ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. ആദ്യം നമ്മൾ വിവോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോയുടെ V40 സീരീസ് ചിലപ്പോൾ ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. V40 സീരീസിൽ രണ്ട് ഫോണുകൾ വന്നേക്കാം, V40യും അതുപോലെ തന്നെ V40 Proയും. ഈ ഫോണുകളിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. കോഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 5500 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. V40യിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറും 50+50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. എന്നാൽ പ്രോ വെർഷനിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറും 50+8+50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. V40 എന്ന സ്മാർട്ട് ഫോൺ ഒരു 30,000-35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. V40 Pro എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഓപ്പോയുടെ ഓപ്പോ റെനോ 12 സീരീസ് ചിലപ്പോൾ ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ രണ്ട് ഫോണുകൾ വരുന്നതായിരിക്കും, ഓപ്പോ റെനോ 12ഉം അതുപോലെ തന്നെ ഓപ്പോ റെനോ 12 Proയും. ഈ ഫോണുകളിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. കർവ്ഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. പിന്നെ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഈ ഫോണുകളിൽ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ഇതിൽ ഓപ്പോ റെനോ 12ൽ 50+8+2 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. എന്നാൽ 12 Proയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 50+8+50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇതിൽ ഓപ്പോ റെനോ 12 എന്ന സ്മാർട്ട് ഫോൺ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 35,000-40,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഹോണറിന്റെ 200 സീരീസ് അവർ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹോണർ 200 സീരീസിൽ രണ്ട് ഫോണുകൾ വന്നേക്കാം, ഹോണർ 200ഉം അതുപോലെ തന്നെ 200 Proയും. ഈ ഫോണുകളിൽ 6.7 ഇഞ്ചിന്റെ 1.5K OLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 50+50+12 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5200 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഇതിൽ 200ൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറും 200 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറും വന്നേക്കാം. അതുപോലെ തന്നെ പ്രോ വെർഷനിൽ 60 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ ഐക്യു ന്യൂ നാനോസ് Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ജൂലൈയിൽ ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലും ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ജൂലൈയിൽ തന്നെ അവൈലബിൾ ആയേക്കാം. ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും അതുപോലെ തന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ iQOO Z9 Lite എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. 6.56 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വന്നേക്കാം. 90 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+2 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5000 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ OnePlus Nord 4 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 50+8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5500 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Moto G85 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില ഒരു 20,000 രൂപയ്ക്ക് താഴെയായിട്ട് വന്നേക്കാം. പിന്നെ ജൂലൈ 4 മോട്ടോ റേസർ 50 Ultra എന്നുള്ള ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.9 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 165 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 4 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ OLED ഡിസ്പ്ലേ പുറത്തു വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 4000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ ജൂലൈ 4 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്.
ഈ ഫോണിന്റെ വില ഒരു 80,000-90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ മോട്ടോ റേസർ 50 എന്ന ഫോൾഡബിൾ ഫോൺ ഉണ്ട്, ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം ജൂലൈയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അതിലും 6.9 ഇഞ്ചിന്റെ ഫുൾ HD+P OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോൾഡബിൾ ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇതിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. MediaTek Dimensity 7300X എന്ന പ്രോസസർ എടുത്തിട്ടുണ്ട്. 50+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 4200 mAh ബാറ്ററി, 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ഒരു ഫോണിന്റെ വില ഒരു 45,000-50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ CMF എന്ന ബ്രാൻഡിന്റെ CMF Phone 1 എന്നുള്ള സ്മാർട്ട് ഫോൺ ജൂലൈ 8 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 7300 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില ഒരു 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. ജൂലൈ 8 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ജൂലൈ 10 സാംസങ് Z Fold 6 എന്ന ഫോൾഡബിൾ ഫോൺ വരാൻ പോകുന്നുണ്ട്. ഇതിൽ 7.6 ഇഞ്ചിന്റെ QXGA+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ പുറത്ത് 6.3 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Snapdragon 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിരിക്കും ഇതിൽ വരിക. 50+12+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഒരു ഡിസ്പ്ലേയിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും മറ്റൊരു ഡിസ്പ്ലേയിൽ 4 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 4400 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില 1,60,000-1,70,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ സാംസങ് Z Flip 6 എന്ന ഫോൾഡബിൾ ഫോണും ജൂലൈ 10 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുറത്ത് 3.4 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. Snapdragon 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നതായിരിക്കും. 50+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 4000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വില ഒരു 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ സാംസങ് M35 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പോൾ ജൂലൈയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പിന്നെ Exynosന്റെ 1380 എന്ന പ്രോസസർ വന്നേക്കാം. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ റിയൽമിയുടെ Realme 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Snapdragon 7S Gen 3 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. പിന്നെ 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ ഇതിൽ വന്നേക്കാം. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. 5100 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. വില ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Realme 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിൽ പെരിസ്കോപ്പ് ലെൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പകരം ടെലിഫോട്ടോ ലെൻസ് ആയിരിക്കും വരിക. പിന്നെ Redmi 13 5G എന്ന സ്മാർട്ട് ഫോൺ ജൂലൈ 9 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇതിൽ 6.79 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. Snapdragon 4 Gen 2 എന്ന പ്രോസസർ വരും. പിന്നെ 108+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5030 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിന്റെ വില ഒരു 12,000-12,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ ചിലപ്പം ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് Poco M6 Plus 5G എന്ന സ്മാർട്ട് ഫോണും ഇന്ത്യൻ മാർക്കറ്റിൽ ജൂലൈയിൽ ലോഞ്ച് ചെയ്തേക്കാം. അതിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും വരിക. പക്ഷേ മെയിൻ ക്യാമറ സെൻസർ വരിക 50 മെഗാ പിക്സലുമായിട്ടായിരിക്കും. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും. ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഇതൊക്കെയാണ് ജൂലൈയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.